സ്നേഹമുള്ളവരെ, ഉണ്ണീശോയുടെ തിരുപ്പിറവിക്കായിട്ട് ഏവരും സന്തോഷത്തോടെ ഒരുങ്ങുന്ന സമയമാണിത്. തിരുപ്പിറവിയുടെ കാലമെന്ന് പറയുന്നത് ശൈശവത്തിൻ്റെ ആഘോഷം കൂടിയാണ്. ശിശുക്കളെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മുടെ തന്നെ ശൈശവത്വത്തെക്കുറിച്ച് വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും ആർദ്രമായിട്ടുള്ള വികാരങ്ങളോടും കൂടിയാണ് നാം ഒക്കെ ഓർക്കുന്നത്. കുഞ്ഞുങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ എല്ലാവരും പറയും അവർ ഭൂമിയുടെ പുണ്യമാണ്, പ്രകാശമാണ്, നന്മയാണ്, സൗന്ദര്യമാണ്. അവരുടെ സാമീപ്യത്തിലായിരിക്കാനും നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാലും കുഞ്ഞുങ്ങളെ അത്രയൊന്നും സന്തോഷത്തോടെ സ്വീകരിക്കാത്തവരുമുണ്ട്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 3-ാമത്തെ വചനം പറയുന്നു, ഈശോയുടെ ജനനത്തെക്കുറിച്ച് കേട്ട ഹെറോദേസ് അസ്വസ്ഥനായി, അവനോടൊപ്പം ജെറൂസലേം മുഴുവനും. എന്തുകൊണ്ടാണ് ഹെറോദേസിനെ പോലെ ശക്തനായ ഒരു രാജാവ് ഒരു ശിശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വാർത്തയിൽ അസ്വസ്ഥനായത്? നഗോറോ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമുണ്ട് ജപ്പാനിൽ. ഡോൾസ് വില്ലേജ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അവിടെ ഉള്ള ആളുകളെല്ലാം തന്നെ 65 വയസ്സിന് മേൽ പ്രായമുള്ളവരാണ്. അവരുടെ ഒരു കാലത്ത് ധാരാളം കുട്ടികളുണ്ടായിരുന്ന സ്കൂള് ഇന്ന് അടഞ്ഞു പോയിരിക്കുകയാണ്. ഇതിന് വേദന തോന്നിയ ഒരു സ്ത്രീ ഒരു ഉപായം കണ്ടുപിടിച്ചു. അവർ ഈ സ്കൂളും തെരുവുകളും കടകളും പാർക്കുകളും എല്ലാം പാവകളെ കൊണ്ട് പലതരത്തിലുള്ള പല പ്രായത്തിലുള്ള പല വേഷവിധാനങ്ങൾ അണിഞ്ഞിട്ടുള്ള ആളുകളെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള പാവകളെ കൊണ്ട് നിറച്ചു. കുഞ്ഞുങ്ങൾ, മനുഷ്യർ ഇല്ലാതായി കഴിയുമ്പോൾ എത്രമാത്രം വിരസവും ഒരുപക്ഷെ ക്രൂരവുമാണ് ഈ ഭൂമിയെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ കാര്യം. എങ്കിലും പല രാജ്യങ്ങളിലും ആളുകൾ ജനപ്പെരുപ്പത്തെക്കുറിച്ച് വ്യാകുലപ്പെടുകയാണ്. ധ്രുവക്കരടികൾ വംശനാശം സംഭവിക്കുന്നതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്ന ആളുകൾ പോലും മനുഷ്യർക്ക് വംശനാശം വന്നേക്കാം എന്ന് കരുതാറില്ല. നമുക്കറിയാം, കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ എത്രമാത്രം സന്തോഷത്തോടെയാണ് ക്രിസ്മസിനെ നാം വരവേറ്റത്. ഒരു ചെറിയ വർണ്ണക്കടലാസിലോ നക്ഷത്രത്തിലോ ക്രിസ്മസിൻ്റെ അലങ്കാരങ്ങളിലോ ഒക്കെ ഇന്ന് ഒരു കാര്യത്തിലും കണ്ടെത്താനാവാത്ത സന്തോഷം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം എത്രമാത്രം വലിയ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ ക്രിസ്മസ് നാം ആഘോഷിച്ചിട്ടുള്ളത്. ക്രിസ്മസ് ട്രീയുടെ നിറമുള്ള അലങ്കാരങ്ങളിൽ, നക്ഷത്രത്തിൻ്റെ വെളിച്ചത്തിൽ, പാതിരാ കുർബാനയുടെയും അതുപോലെ തന്നെ കരോൾ സംഗീതത്തിൻ്റെയും ഒക്കെ ഈണങ്ങളിലൊക്കെ നമ്മുടെ ഹൃദയം അലിഞ്ഞു പോയിട്ടില്ലേ? ഈ കാലങ്ങളെയൊക്കെ ഒന്നുകൂടി നെഞ്ചേറ്റുവാനുള്ള അവസരമാണ് ക്രിസ്മസ്. ഈശോ പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുത്ത് വരട്ടെ. അതുപോലെ തന്നെ അവിടുന്ന് അരുളി ചെയ്തു, ശിശുക്കളെ പോലെ ഉള്ളവരുടേതാണ് സ്വർഗരാജ്യം. ഈ കാലഘട്ടത്തിൽ ശൈശവത്വത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം, ശിശുക്കളെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ തന്നെ ഉള്ളിലുള്ള ശിശുത്വത്തെ ദൈവം പിഞ്ചുപാദങ്ങൾ കൊണ്ട് ഭൂമിയെ സ്പർശിക്കുകയും അതിനെ ധന്യമാക്കുകയും ചെയ്ത തിരുപ്പിറവിയുടെ സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെ ഹൃദയത്തിൽ നിറഞ്ഞൊഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.